ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടീനേജേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ്. അതിനു മുന്നേ ജനറലായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും സ്കിന്നിനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ഒരു ഏജ് 13 to 19 വരെയാണ് നമ്മുടെ ടീൻ ഏജ് സ്റ്റാർട്ട് ആവുന്നത്. ഇതിനിടയിലാണ് വരുന്നത്. സോ ഇതിനിടയിൽ വരുന്ന ടീനേജേഴ്സിനെല്ലാം സ്കിൻ പ്രോബ്ലംസ് ആ ഒരു സമയത്താണ് തുടങ്ങുന്നത്. സോ നമ്മൾ ഈ ഒരു സമയത്ത് സ്കിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പാവും. സോ നമ്മൾ ഒരിക്കലും ജെൻഡർ നോക്കിയിട്ടല്ല സ്കിൻ ഡാമേജ് വരുന്നത്. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സ്കിൻ ഡാമേജ് വരുന്നത്. നമ്മളിപ്പോൾ ഓയിലി സ്കിൻ, ടാനിങ്, അതുപോലെ ഡ്രൈനെസ് എല്ലാം തന്നെ ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ആവുകയാണ്. സോ നമ്മളെല്ലാവരും ഒരുപാട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കൊണ്ടുവരാൻ പറ്റും. ഒന്നാമത്തെ വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുന്നതാണ്. നമ്മൾ ദിവസത്തിൽ 2 times മാത്രമേ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒരുപാട് പേര് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു 4-5 തവണ കഴുകുന്നുണ്ടാവും. ഇത് നമ്മുടെ ഫേസിനെ കൂടുതൽ ഡ്രൈനെസ് ആക്കാൻ ഒരുപാട് സഹായിക്കും. ഓയിൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഓയിൽ പോയിട്ട് അത് കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് മെയിനായിട്ടുള്ള ഒരു റീസൺ ആണ്. നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ 4-5 വട്ടം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് കഴുകുന്നത് കൂടുതൽ ഡ്രൈനെസ് വരാനുള്ള ചാൻസ് കൂടുതലാക്കും. ഇപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവരുടെ സ്കിന്ന് വേറെ ആയിരിക്കും, നമ്മുടെ സ്കിന്നും വേറെ ആയിരിക്കും. സ്കിന്ന് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അവർ യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിന്നിന് ബെറ്റർ ആണെന്ന് പറഞ്ഞ് നമ്മളും സെയിം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവർ ചെയ്യുന്ന അതേ സ്കിൻ കെയർ, അതുപോലെ തന്നെ ക്രീം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മുടെ സ്കിന്നിനെ നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്നത് സ്കിൻ ഡാമേജ് ആക്കാൻ കാരണം. അതുകൊണ്ട് നമ്മൾ സ്കിന്നിനെ മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ആയാലും ഓരോ ഹോം റെമഡി ആണെങ്കിലും സ്കിന്നിനനുസരിച്ച് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. സോ നമ്മൾ സ്കിന്നിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയാലും ഹോം റെമഡി ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീനേജേഴ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ടീനേജേഴ്സിനാണ് കൂടുതലായിട്ട് ആ ഒരു ഏജിലാണ് നമുക്ക് സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ ആയാലും നമ്മുടെ ഫേസ് തന്നെ മാറി വരുന്ന ഹോർമോൺ ചേഞ്ചസും എല്ലാം വരുന്നത് ആ ഒരു സമയത്താണ്. സോ നമ്മൾ സൺസ്ക്രീന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് ഫ്യൂച്ചറിൽ ഫേസ് ഡാമേജ് ആക്കാൻ ഒരുപാട് അവൈലബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ പലരും പറയും നമ്മൾ ടീനേജേഴ്സ് അല്ലേ, സോ സൺസ്ക്രീനൊന്നും വേണ്ട, അത് സ്കിപ്പ് ചെയ്യാൻ പറയും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണത്. കാരണം സൺ ഡാമേജ് തുടങ്ങുന്ന ഒരു സമയം ടീനേജേഴ്സിലാണ്. സോ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്കിന്നിൽ കാണാൻ പറ്റില്ല. പക്ഷെ അത് ഫ്യൂച്ചറിൽ നമ്മുടെ സ്കിന്നിൽ വർക്കായി തുടങ്ങും. അങ്ങനെ നമുക്ക് സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടീനേജേഴ്സിൽ ആക്നെ മാർക്ക് കൂടുതലാവാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ പിമ്പിൾസ് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കെല്ലാം തന്നെ നമ്മുടെ ഫേസിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം ഫ്യൂച്ചറിൽ അത് ബ്ലാക്ക് ആയിട്ട് കൂടുതലാവാനുള്ള ചാൻസാണ്. സോ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺലൈറ്റ് കൂടുമ്പോൾ ഡ്രൈ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാനും ഓയിലി സ്കിന്ന് കൂടുതൽ ഓയിലി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓയിൽ പ്രൊഡക്ഷനും നമ്മൾ ഡ്രൈനെസ്സും എല്ലാം കൂടുതൽ നടക്കുന്നത് ഈ ഒരു ടീനേജിലാണ്. സോ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരിക്കലും സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വൈറ്റനിങ് ക്രീമല്ല, അത് സൺ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 13 to 19 ഏജുള്ള എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഡെയിലി പുറത്തിറങ്ങാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ SPF 13 ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഓക്കെയാണ്. കാരണം ഡെയിലി യൂസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് SPF 30 ഉള്ള സൺസ്ക്രീനാണ്. പിന്നെ അതുപോലെ നമ്മൾ സൺസ്ക്രീന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കും. സിമ്പിൾ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കും. സോ എല്ലാവരും നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സൺസ്ക്രീൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ
സ്കിൻ ടൈപ്പിനും അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ആയിട്ട് വരാം. സോ വേണ്ടവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് മേലെ കാണുന്ന ബെല്ലൈക്കൺ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.